ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ചെറിയച്ഛൻ്റെ വീട്. അപ്പോൾ നമ്മൾ മൂന്നാളും കൂടെ ഒരു 6:30 ആകുമ്പോഴത്തേനും നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തി നമ്മൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ. കുറേ നേരം നമ്മൾ സംസാരിച്ചിരുന്നു. അതിനുശേഷം നമ്മുടെ കേക്കൊക്കെ റെഡിയാക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഗേൾ. അപ്പോൾ അവൾ തന്നെയാണ് കേട്ടോ കേക്കൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഏട്ടൻ്റെ ഭാര്യ കേട്ടോ. ക്യാമറ കണ്ട അപ്പം മുഖം പൊത്തുന്ന ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ നേരം അവിടെ നിന്നില്ല. പിന്നെ നേരെ വന്ന് കേക്ക് വീണ്ടും സെറ്റ് ചെയ്യാനായിട്ട് ഒരേ കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. എത്ര മെഴുകുതിരി വെക്കണം, ആര് കത്തിക്കും, ആര് ഊതുന്നൊക്കെ പറഞ്ഞ് കുറേ നേരം അങ്ങനെ ട്രോളിക്കൊണ്ട് നിന്നു. അവസാനം ഇതാ നമ്മൾ കേക്ക് മുറിക്കാനായിട്ട് പോകണം കേട്ടോ. ഞാനും ഇവളും ഒരേ മാസമാണ് ജനിച്ചത്. വെറും 7 ദിവസത്തെ വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ പെട്ടെന്നുണ്ടായ പ്ലാനിലാണ് കേക്ക് മുറിക്കലും അതേപോലെ ഫുഡും ഒക്കെ ഏർപ്പാടാക്കിയത് കേട്ടോ. കേക്ക് മുറിച്ച് ആദ്യം കൊടുത്തത് മൂത്ത മക്കൾക്ക് എന്നും അച്ഛനോടാണല്ലോ ഇഷ്ടം. അങ്ങനെ അവളുടെ അച്ഛന് കേക്ക് കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഇവിടെ ഒരാളുടെ വായിൽ വെള്ളം ഊറി നിൽക്കുന്നത് കണ്ടത്. വേഗം തന്നെ അവന്റെ വായിൽ കൊണ്ട് വെച്ചു കൊടുത്തപ്പോഴാണ് കേട്ടോ അവന് സന്തോഷമായതും സമാധാനമായതും. അവനത് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കൊടുവിന്റെ പിറന്നാള് അടുത്ത മാസമായതുകൊണ്ട് ഇതാ മേമ മുറിക്കുന്ന കേക്ക് കണ്ടു പഠിച്ചോ, അടുത്ത മാസം നമുക്ക് മുറിക്കേണ്ടതാണെന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു കേട്ടോ. അതിനുശേഷം എന്താ ഞങ്ങൾ ഓരോ പീസ് കേക്ക് എടുത്ത് കഴിച്ചു കേട്ടോ. എന്നിട്ട് ഇതാ പരസ്പരം കൈമാറുമ്പോഴാണ് വീണ്ടും ചേട്ടന്റെ ഭാര്യ ഇടയിൽ കയറി പെട്ടത്. ഇനി ഞാനിത് കട്ട് ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പീസ് കേക്ക് എടുത്ത് അവിടെ ഇരുന്നു. പെട്ടെന്ന് തന്നെ കേക്ക് മുറിച്ചും കഴിഞ്ഞു, കഴിച്ചും കഴിഞ്ഞു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ ഋതു ഡിഗ്രി പഠിക്കുന്ന മേമനെ പൊക്കുന്ന കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അതിനുശേഷം എന്താ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് അങ്ങനെ നല്ല അടിപൊളി മുട്ടക്കറിയും കൂട്ടി നമ്മൾ ഫുഡും കഴിച്ചിട്ട് ഏകദേശം ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാൻ മറക്കരുത്. ബൈ, സീ യു.